അസ്സുയാമു ജുന്നത്തുൻ മാലം യഖരിഖഹ ബികദിബിൻ ഔ ഗീബത്തിൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ്രതം അഥവാ നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. അത് കളവ് പറയുക, അതുപോലെ പരദൂഷണം പറയുക എന്നിവ കൊണ്ട് അതിനെ കീറാതിരുന്നാൽ ഈ നോമ്പ് എന്ന് പറയുന്നത് അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് തെറ്റിൽ നിന്നും നരകത്തെ തൊട്ടും അവനക്കൊരു പരിചയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്കൊരു പരിചയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ പരിച എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യുദ്ധവേളയിൽ ശത്രുവിൻ്റെ അമ്പുകളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് പരിച. എന്നാൽ ഈ പരിചയെ പോലെ തന്നെ സത്യവിശ്വാസിയെ തെറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ നരകത്തെ തൊട്ടും സത്യവിശ്വാസിയെ സംരക്ഷിക്കുന്നതാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. എന്നാൽ എപ്പോഴാണ് ഈ പരിച തകർന്നു പോകുന്നത്? പരിചയ്ക്ക് വിള്ളൽ വീഴുമ്പോൾ ആ പരിച ഉപയോഗശൂന്യമായി പോകുന്നത് പോലെ തെറ്റുകൾ ചെയ്തുകൊണ്ട്, പരദൂഷണം പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് ഒരു നോമ്പ് അനുഷ്ഠിച്ച ഒരു സത്യവിശ്വാസി ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് പരദൂഷണം പറഞ്ഞു നടന്നാൽ അവൻ്റെ ഈ പരിചയായ നോമ്പിനിക്ക് വിള്ളൽ വീഴുകയും അത് ഉപയോഗശൂന്യമാകുന്നത് പോലെ തന്നെ ഈ നോമ്പ് ഒരു അനർത്ഥമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അസ്സുയാമു ജുന്നത്തുൻ, നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. മാലം യഖരിഖഹ ബികദിബിൻ ഔ ഗീബത്തിൻ, കളവ് പരദൂഷണം പോലത്തത് കൊണ്ട് അതിനെ കീറി പൊളിക്കാതിരുന്നാൽ ഈ നോമ്പ് എന്ന് പറയുന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ജുന്നത്തുൻ, അതൊരു പരിചയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.